ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. അമേഠിയിൽ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായേക്കുമെന്ന സൂചന. രാഹുലിന്റെയും അഖിലേഷ് യാദവിന്റെയും ചിത്രങ്ങളുള്ള ബോർഡുകളാണ് എത്തിച്ചിരിക്കുന്നത്. നാളെ അമേഠിയിൽ രാഹുലിന്റെ റോഡ് ഷോയും തീരുമാനിച്ചിട്ടുണ്ട്. പി ബസന്ത് വിവരങ്ങളുമായിട്ട് ബസന്ത് ഇത് ഉറപ്പിക്കാമോ? അപ്പോൾ രാഹുൽ തന്നെ സ്മൃതി ഇറാനിക്കെതിരെ രംഗത്തിറങ്ങുമോ വീണ്ടും? ദ്വിഷ രാഹുൽ ഗാന്ധിയുടെ പോസ്റ്ററുകൾ, അതുപോലെ തന്നെ ഫ്ലെക്സ് ബോർഡ് അടങ്ങുന്ന സാമഗ്രി, പ്രചാരണ സാമഗ്രികളൊക്കെ തന്നെ ഇപ്പോൾ അമേഠിയിലെ ഗൗരിഗഞ്ചിലുള്ള പാർട്ടി ഓഫീസിൽ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് രാത്രി കൊണ്ട് ഈ അമേഠിയിലെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. അമേഠിയിൽ രാഹുൽ ഗാന്ധി ഉണ്ടാകുമെന്നുള്ള സൂചന തന്നെയാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്നത്. അതേസമയം റായ്ബറേലിയുടെ കാര്യത്തിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ആശയക്കുഴപ്പം നിൽക്കുന്നു. താൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത് നേരത്തെ തന്നെ പ്രിയങ്ക ഗാന്ധി പറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അമേഠിയുടെ സ്ഥാനാർത്ഥിത്വം ഇന്ന് രാത്രി ഉണ്ടാവും. 2 സീറ്റിലേക്കുള്ള, അഥവാ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചില്ലെങ്കിൽ മറ്റാരെങ്കിലും അവിടെ മത്സരിക്കാനുള്ള സാധ്യതയാണുള്ളത്. ഏതായാലും ഇന്ന് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ രാത്രി 10 മണിയോടുകൂടി ഡൽഹിയിൽ എത്തിയ ശേഷം ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങുമെന്നാണ് അറിയുന്നത്. ഏതായാലും രാഹുൽ ഗാന്ധിയുടെയും അഖിലേഷ് യാദവിന്റെയും ചിത്രങ്ങളുള്ള ബോർഡുകൾ പാർട്ടി ഓഫീസിൽ എത്തി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത. നാളെ അമേഠിയിൽ റോഡ് ഷോയ്ക്കുള്ള ഒരു സാധ്യതയും എല്ലാവരും പറയും. നേരത്തെ നാളത്തെ ദിവസം പൂനെയിൽ എന്തോ പരിപാടികൾ ഉണ്ടായെന്നായിരുന്നു ഇന്നലെ വന്ന വാർത്ത. അതുകൊണ്ടൊക്കെ തന്നെയാണ് രാഹുൽ ഗാന്ധി ഉണ്ടാകില്ല എന്ന സൂചനകൾ വന്നത്. ഇപ്പോൾ ആരുടെ സമ്മർദ്ദഫലമായിട്ടാണ് രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കാനുള്ള ഒരു അരങ്ങൊരുങ്ങുന്നത്? അല്ല, ഇതിൽ അമേഠി മത്സരിക്കണമെന്നുള്ള സമ്മർദ്ദം വലിയ തോതിൽ സമാജ്വാദി പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കാരണം കനൌജിൽ അഖിലേഷ് യാദവ് മത്സരിക്കണമെന്നുള്ള ഒരു കടുത്ത നിലപാടെടുത്തത് രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ രാഹുൽ ഗാന്ധിയും ഉണ്ടാവണം എന്നുള്ളത് അഖിലേഷിന്റെ ആഗ്രഹമാണ്. അഖിലേഷ് യാദവ് ആകട്ടെ നേരത്തെ ഒരു വാർത്താ സമ്മേളനത്തിൽ ഉത്തർപ്രദേശിൽ നിങ്ങൾക്ക് നല്ല കടുത്ത മത്സരങ്ങൾ കാണാൻ കഴിയും എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. കനൌജിൽ അഖിലേഷ് യാദവിന്റെ അനന്തരവനെ നടത്താനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. അത് മാറ്റിയാണ് ഇപ്പോൾ നേരിട്ട് അഖിലേഷ് തന്നെ രംഗത്തിറങ്ങുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി കൂടി ഉണ്ടാവുകയാണെങ്കിൽ വലിയൊരു പ്രചാരണ രംഗത്തും മറ്റുമൊക്കെ മേൽക്കൈ നേടാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസമാണ് ഉള്ളത്. ഏതായാലും ഇന്ന് രാത്രി തന്നെ പ്രഖ്യാപനം വന്നേ പറ്റൂ. കാരണം നാളെയാണ് അമേഠി, റായ്ബറേലി അടങ്ങുന്ന മേഖലയിലെ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. 20-ാം തീയതിയാണ് ഇവിടെ വോട്ടെടുപ്പ് നടക്കുന്നത്. അപ്പോൾ എന്തായാലും അദ്ദേഹം എത്തിയപ്പോൾ നാളെ പൂനെയിൽ രാഹുൽ ഗാന്ധിക്ക് ഒരു പരിപാടി നിശ്ചയിച്ചിട്ടുള്ള നേരത്തെ ഉള്ളതാണ്. രമേശ് ചെന്നിത്തലയും രാഹുൽ ഗാന്ധിയും അടങ്ങുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ അത് നാളെ അമേഠിയിലേക്ക് രാഹുൽ ഗാന്ധി എത്തുകയാണെങ്കിൽ മിക്കവാറും പൂനെയിലെ പരിപാടി റദ്ദാകാനുള്ള സാധ്യതയുണ്ട്. ബസന്ത്, ഈ സ്മൃതി ഇറാനി അമേഠിയിൽ സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നു. എങ്ങനെയാണ് രാഹുൽ കൂടി വരുമ്പോൾ ഒരു പിന്തുണ, രാഹുലിന് വിജയ സാധ്യതകൾ എങ്ങനെയാണ്? കഴിഞ്ഞ തവണ 55,000 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നല്ലോ സ്മൃതി ഇറാനിക്ക് ഉണ്ടായിരുന്നത്. അല്ല, കഴിഞ്ഞ തവണത്തേക്കാൾ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്നുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചേ കഴിയും. കഴിഞ്ഞ തവണ പുൽവാമ അടക്കമുള്ള മറ്റു വിഷയങ്ങൾ, വൈകാരികമായ വിഷയങ്ങൾ ഉത്തരേന്ത്യയെ സ്വാധീനിച്ചിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ അമേഠി കോൺഗ്രസിന് ശക്തമായ അടിവേരുകളുള്ള സ്ഥലമാണ്. വോട്ടുണ്ട്. അപ്പോൾ ആ വോട്ടുകൾ പോൾ ചെയ്യണം. കഴിഞ്ഞ തവണ പല രീതിയിൽ ആ വോട്ടുകൾ ചിന്നിച്ചേറിപ്പോയത് ഒന്നിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. അപ്പോൾ അമേഠിയിൽ ജയിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. സ്മൃതി ഇറാനി ആകട്ടെ കഴിഞ്ഞ 5 കൊല്ലം അവിടെ നിന്ന് തന്നെയാണ് പ്രവർത്തിച്ചത്. അവരുടെ വോട്ട് തന്നെ അമേഠിയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അവരവിടെ വീട് വെച്ചു. ശരി ബസന്ത്, 9 മണിക്ക് കൂടുതൽ വിശദാംശങ്ങൾക്ക് ബസന്തിലേക്ക് എത്താം. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം അല്പ നിമിഷങ്ങൾക്കകം തന്നെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.